ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. വീട്ടുജോലികൾക്കൊപ്പം തന്നെ ഒരു ചെറിയ വരുമാന മാർഗമായി ഞാൻ നോക്കുന്ന എൻ്റെ ഏലച്ചെടികളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏലക്ക എടുത്തതൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ കൂട്ടുകാരെന്നോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് മറുപടികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. രാവിലെ കാപ്പിക്ക് പുട്ടും പഴവുമാണ്. ഇത് തന്നെ കറണ്ടൊന്നും പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഫത്തഹ് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് കഴിക്കുന്നത്. പോകുന്നതിന് മുമ്പ് ചോറും കറിയൊക്കെ ആകുമെന്ന് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം റെഡിയാക്കി പെറുക്കി കഴിഞ്ഞാൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി രണ്ട് മക്കളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഏലത്തിനൊക്കെ വളരെയധികം പൂ കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. രണ്ട് പിന്നെയും പൂവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഏലം നിരീക്ഷിക്കാൻ പറമ്പിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. ഇന്ന് നമുക്ക് കവാത്തെടുക്കണം. കവാത്തെടുത്ത ശേഷം മരുന്നടിക്കണം. ഉച്ചകഴിഞ്ഞ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എത്ര മണിയാകും കവാത്തെടുത്ത് കഴിയുമ്പോഴെന്ന് അറിയില്ല. എങ്കിലും തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ച് 2 ദിവസം എടുത്താലും എത്രയും പെട്ടെന്ന് തന്നെ മരുന്നടിച്ച് കൊടുക്കണം. മരുന്നിനോടൊപ്പം തന്നെ ഒരു ഫംഗിസൈഡ് അടിച്ച് കൊടുക്കേണ്ടതായിരുന്നു. നമ്മൾ വേരിന് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു മരുന്നിട്ടിരുന്നു. അതിൻ്റെ പുറകെ ഒരു ഫംഗിസൈഡ് അടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. പനിയൊക്കെ വന്നതുകൊണ്ട് അടിക്കാൻ കഴിഞ്ഞില്ല. ഈ താമസിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് അടിച്ചു കൊടുക്കണം. അതിന് ആദ്യം തന്നെ കവാത്തെടുത്ത് പോകണം. അപ്പോൾ കവാത്തെടുക്കാനായിട്ട് രണ്ട് മക്കൾ പോയ പുറകെ ജസ്റ്റ് ഒന്ന് പറമ്പൊന്ന് നിരീക്ഷിച്ച് കയറി പോകുന്നതാണ് കേട്ടോ. ഒരു കാട് പോലും പറിച്ചിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിരുന്നു. കാരണം നമ്മുടെ പനിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കേട്ടോ കാടൊന്നും പറിക്കാൻ നിൽക്കാഞ്ഞത്. ഞങ്ങളെ വിട്ട ശേഷം കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അതെടുക്കാനായിട്ട് ഇറങ്ങേണ്ടിയത്. അങ്ങനെ ദാണ്ട് ഏലമൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് തിരിച്ച് കയറി വന്ന് ആദ്യം പേരയ്ക്കകം എല്ലാം ഒന്ന് വൃത്തിയാക്കിയ ശേഷമാണ് കേട്ടോ തുണി അലക്കാനായിട്ട് ഇറങ്ങിയത്. തുണി നല്ല വൃത്തിയായിട്ട് കല്ലയിലൊന്ന് തല്ലി അലക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും തൃപ്തി. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സമയമില്ലെങ്കിൽ പോലും കല്ലയിലിട്ട് നല്ലതുപോലെ ഒന്ന് തല്ലി അലക്കിയെടുക്കുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെളി പോകുന്നത് ഇങ്ങനെയാണ്. മിഷനിലോട്ട് പറക്കിയിട്ട് കഴിഞ്ഞാൽ ചെളി പോകല. കാരണം പറമ്പിലിറങ്ങുന്ന തുണിയൊക്കെ ഉണ്ട്. പിന്നെ കാക്കുവിൻ്റെ ജീൻസ് അതും അടിച്ചലക്കി ഒന്ന് വാഷ് മെഷീനിലിട്ട് ഉണങ്ങി വിരിച്ചിടുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും. ഉച്ച കഴിഞ്ഞത്തേക്ക് മഴയാവാനായിരിക്കും. രാവിലെ നല്ല വെയിലുണ്ട്. വെയിലിന് നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഇത്രയും കഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ തുണി അലക്കി ഇടുന്നത്. അതാകുമ്പോൾ ഉണങ്ങി നല്ലതായിട്ട് മടക്കി വെക്കാമല്ലോ. നല്ലതുപോലെ തല്ലി അലക്കി കൊടുത്ത ശേഷം പിന്നെ നേരെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടാലും മതി. ഞാനിവിടെ ഊരി പിഴിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ട തുണിയെല്ലാം ഉണങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വിരിച്ചിട്ടിട്ട് നേരെ പറമ്പിലേക്ക് ഇറങ്ങാനാണ്. യൂണിഫോം ഉണ്ട്, അതാണ് മെയിനായിട്ട് അലക്കി വിരിക്കാനായിട്ട് നിന്നത്. വാഷിംഗ് മെഷീനിൽ ഉണക്കി എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല വെയിലായതുകൊണ്ട് ഉണങ്ങിയും കിട്ടും. എന്താണേലും തുണിയെല്ലാം അലക്കി വിരിച്ച ശേഷം തന്നെ നേരെ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ. ഇനി അടുക്കളയിലൊന്നും പണിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് ഏലക്ക ചെടിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. എൻ്റെ വീട്ടുവിശേഷങ്ങളോടൊപ്പമാണ് ഞാൻ ഈ കൃഷി നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടുവിശേഷങ്ങളോടൊപ്പം തന്നെ എൻ്റെ ഏലം കൃഷിയും കാണിക്കുന്നത്. ഇതാണ് കേട്ടോ നിങ്ങൾ ആ ചോദിച്ച ഏലം ചെടി. ഏലക്ക ചെടി എന്നല്ല പറയുന്നത്, ഏലം ചെടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ ഞാൻ കവാത്തെടുക്കാനാണ് ഇരിക്കുന്നത്. കവാത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലം ചെടി നന്നായിട്ട് വൃത്തിയാക്കി ഒരുക്കി നിർത്തണം. എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ പറമ്പ് കിടക്കണം. ചുവട്ടിൽ നിന്നും കരിയിലെ ഒരടി പുറകോട്ട് മാറ്റിയിടണം. അതുപോലെ തന്നെ ദണ്ട ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ നല്ല വൃത്തിയായിട്ട് വലിച്ച് കളയണം. നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കവാത്തൊക്കെ എടുത്ത് നിർത്തിയാൽ. അതിനാണ് അപ്പം ഈ ചെടി വൃത്തിയാക്കുന്നതിനാണ് കവാത്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കവാത്തെടുത്തിട്ട് അടുത്ത ദിവസം മരുന്നടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നെടുത്ത് തീരുകയാണെങ്കിൽ ഇന്ന് തന്നെ മരുന്നടിക്കാൻ നോക്കും. കാരണം പുഴു കുത്തിയിട്ടുണ്ട് കവാത്തെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പുഴു എന്ന് പറഞ്ഞാൽ തണ്ട് തുറപ്പൻ എന്ന് പറയുന്നൊരു പുഴുവാണ്. അപ്പം ഈ തണ്ടയിലാണത് കുത്തുന്നത്. അപ്പം പുറകെ ഞാൻ കാണിച്ചു തരാം. ഇത്രത്തോളം വൃത്തിയാക്കി എടുക്കണം. ഇതിനാണ് കവാത്തെന്ന് പറയുന്നത്. ഏലം നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ചെയ്താൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ. 10 മൂട് ചെടി വെച്ചാലും മതി. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു വരുമാനമാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഏലത്തെ ഇഷ്ടപ്പെട്ട് വന്നവരാണെന്ന് എനിക്കറിയാം. ഏലച്ചെടിയുടെ വീഡിയോ ഇട്ടപ്പോഴാണ് കൂടുതലും സബ്സ്ക്രൈബർ എനിക്ക് കയറിയിരിക്കുന്നതും. അപ്പോൾ എല്ലാവരും ഏലത്തെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നതെന്നും അറിയാം. അപ്പോൾ അതാണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. എൻ്റെ മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി.
അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഏലത്തെക്കുറിച്ച്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഏലച്ചെടിയെ നോക്കാൻ എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിലൊക്കെ ഏലം നിൽപ്പുണ്ട്. അപ്പോൾ അവർ മരുന്നടിക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ. ഈ മരുന്നിൻ്റെ മണമെല്ലാം അടിക്കുമ്പോൾ തന്നെ ആ സമയത്ത് നമ്മുടെ പറമ്പിലൊക്കെ നിറയെ കാപ്പിയായിരുന്നു കേട്ടോ. ആകെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കാപ്പിക്കുരു ഊരിയെടുക്കാം, അത് മാത്രമേ ഉള്ളായിരുന്നു കൃഷിയായിട്ട്. പിന്നെ കാപ്പി പിടിച്ചിരിക്കുന്ന പറമ്പിൽ വേറൊരു സാധനവും പിടിക്കത്തുമില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ കാപ്പിക്കുറ്റി നിൽപ്പുണ്ട്. നമ്മൾ കാപ്പി വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ ഏലം വെച്ചിരിക്കുന്നത്. കാപ്പിയുടെ വേരൊക്കെ കുറച്ചുകൂടെ ഒക്കെ എടുത്ത് കളയാനും കണ്ട കാപ്പി നിൽക്കുന്നത്. നമ്മൾ മരുന്നടിക്കാൻ വേണ്ടി കവാത്തെടുക്കുന്നതാണ്. അപ്പോൾ എന്തിനാ മരുന്നടിക്കാൻ വേണ്ടി ഇങ്ങനെ കവാത്തെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ കയറി പുഴു ഇരിക്കും കേട്ടോ. എവിടെയാ വേര് പുഴു ഇരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പോളയൊക്കെ ഇങ്ങനെ പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മരുന്നടിക്കുകയാണെങ്കിൽ നമുക്ക് തണ്ടുതുറപ്പൻ്റെ ഒരു ശല്യം കുറഞ്ഞ് കിട്ടും. അതിനാണ് ഇത്രത്തോളം വൃത്തിയാക്കി നമ്മൾ മരുന്നടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മരുന്നടിച്ചപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, എന്തിനാ കവാത്തെടുത്തിട്ട് മരുന്നടിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഏലം വൃത്തിയാക്കി നിർത്തണം. അതിൻ്റെ കൂടെ കവാത്തെടുത്തിട്ട് നല്ലതുപോലെ കവാത്തെടുത്ത ശേഷം മരുന്നടിച്ചിട്ടേ പ്രയോജനമുള്ളൂ. വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ചുമ്മാ വീട്ടിലിരുന്നൊക്കെ മടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അപ്പോൾ എന്താ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്നും കൂടെ പറയുന്നതാണ് കേട്ടോ, എൻ്റെ വാപ്പച്ചി പറമ്പിൽ ഏലം വെച്ച് തരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വാപ്പച്ചിയുടെ പറമ്പും ഏലവും ഏലക്കായ എടുക്കുന്നതൊക്കെ കാണിച്ചിരുന്നു. അവിടെ ആ ഏലം വെച്ച കൂടെയാണ് ഇവിടെ എനിക്കും ഏലം വെച്ച് തരുന്നത്. ത്തെക്കുറിച്ച് എന്തുവാ ഏലമെന്നോ അല്ലെ എങ്ങനെ ഏലം നോക്കണമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ലാത്തൊരു സമയത്താണ് 20ൽ താഴെ ഏലങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുന്നത്. അതിൽ പിടിച്ചത് എനിക്ക് തോന്നുന്നു 15 അല്ലെങ്കിൽ 17 മൂട് ഏലം അതേ പിടിച്ചുള്ളൂ, ബാക്കി പോയിരുന്നു വെച്ചത്. അപ്പോൾ നമ്മൾ ഏലം വെക്കുമ്പോൾ എപ്പോഴും എല്ലാം ഒന്നും പിടിക്കില്ല കേട്ടോ, അതിലിടയ്ക്കൊക്കെ ഓരോന്നൊക്കെ പോകും. അങ്ങനെ ആ 17 മൂട് ഏലം നോക്കിക്കൊണ്ട് പിറ്റേ വർഷമാണ് ബാക്കിയായിട്ട് വെച്ച് തന്നത്. പിറ്റേ വർഷം 50 മൂട് ഏലം വെച്ച് തന്നു. അതും വാപ്പസ് തന്നെ ഏലം കൊണ്ടുവന്ന് ആളെ നിർത്തി വെച്ച് തരികയാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കും. ബാക്കി കാര്യങ്ങൾ നോക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ മുൻപിലത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഞാൻ ഈ ഏലം നോക്കിയതെന്ന്. എനിക്ക് ഏലത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ തൊട്ടപ്പുറം ഇപ്പുറം ഒക്കെ ഏലങ്ങളുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ വാപ്പച്ചിയും ഏലം വെച്ചിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സഹായിച്ചത്. പിന്നെ സംശയങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പം ഏത് മരുന്ന് വാങ്ങിക്കണമെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പലപ്പോഴും ആ ചേട്ടനോടാണ് വാപ്പച്ചിയും ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. അങ്ങനെ അവരുടെയൊക്കെ നല്ല ഹെൽപ്പോടുകൂടി ഞാൻ ഏലം നോക്കാൻ തുടങ്ങി. നടിക്കാൻ താമസിച്ചാൽ തണ്ടുതുരപ്പം കുത്തുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതാ ഇങ്ങനെയാണ് കേട്ടോ തണ്ടുതുരപ്പം കുത്തുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് കവാത്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പോളകളൊക്കെ പൊളിച്ച് വൃത്തിയാക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പൊളിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തണ്ടുതുരപ്പൻ എവിടെയൊക്കെ ഉണ്ടെന്ന്. ഈ ഏലത്തിൻ്റെ കായയിലും പൂവയിലും ഒക്കെ കയറി കുത്തിക്കളയും കേട്ടോ. ഒരു സൈസ് പുഴുവാണത്. 21 ദിവസം കൂടുമ്പോഴത്തെ ഇടവേളകളിൽ മരുന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ തണ്ടുതുരപ്പൻ്റെ ശല്യം ഉണ്ടാവില്ല. എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് 10-30 ദിവസം കഴിഞ്ഞു മരുന്നടിച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന്. നമ്മുടെ മുറ്റത്തൊരു ഏലത്തൈ തനിയെ പിടിച്ചിരുന്നു. അതിനെ ഞാൻ ദാണ്ട് ഇത്രയും പരിപാലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിനെയും കവാത്തെടുത്ത് വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട്. കണ്ടോ, സാധാരണ നമ്മുടെ ഏലക്കായ ഉണ്ടാകുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ശരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇത് തനിയെ വീണ് പിടിച്ചേക്കുന്നതല്ലേ, നമ്മൾ തട്ട പൊട്ടിച്ച് വെച്ചേക്കുന്നതല്ലല്ലോ. എന്നാലും ഏകദേശം കായ് വരുന്നുണ്ട്. താമസം വരുമെന്നേ ഉള്ളൂ. അത്യാവശ്യം കായും ശരവും ഒക്കെ ആയി വരുന്നുണ്ട്. ചിമ്പൊക്കെ നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. വൃത്തിയാക്കി നല്ല മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയറി വരാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ അടുക്കള ആ ഭിത്തിയോടുകൂടി, അടുപ്പിൻ്റെ ആ ഭിത്തിയോടുകൂടി ചേർന്ന് നിൽക്കുന്നതാണ്. 2 ദിവസം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കവാത്തെടുത്ത് തീർത്തത്. ഇനി മരുന്നടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നമുക്ക് കോവയ്ക്കായും പയറും മത്ത ഇലയൊക്കെ ഉണ്ട്, അത് പറിച്ചെടുക്കണം. അതെല്ലാം മരുന്നടിച്ച പുറകെ ആകുമ്പം നമുക്ക് പറിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ പച്ചക്കറിയൊക്കെ ഉള്ളത് പറിച്ചെടുത്തിട്ട് മരുന്നടിക്കാമെന്ന് കരുതി. അങ്ങനെ വേണ്ട ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ, ഞാൻ പല തവണയായിട്ട് പറിച്ചാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് 2 പാവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇനി തൻ്റെ ഇവിടുത്തെ മത്ത കായ്ക്കണമെങ്കിൽ മത്തയുടെ കൂമ്പ് മുറിച്ചെടുക്കണം എന്നിങ്ങനെ ആരൊക്കെയോ പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂമ്പ് മുറിച്ചെടുത്ത് തോരൻ വെക്കാനായിട്ടാണ്. അപ്പോൾ അതുകൂടി മരുന്നടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി മരുന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകില്ല കൊണ്ട് മത്തക്കൂമ്പും കൂടെ മുറിച്ച് വെച്ച ശേഷം വേണം നമുക്കിന്ന് മരുന്നടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ താൻ്റെ ഇവിടെ മത്തക്കൂമ്പ് കൂടെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കൂമ്പാണ് മുറിച്ച് വിടേണ്ടതെന്ന് പറഞ്ഞു. ഞാനിവിടെ മത്തയില ഇടയ്ക്കെടുത്ത് തോരൻ വെക്കുന്നതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മത്തയിലയൊന്നും എടുത്ത് തോരൻ വെക്കാനായിട്ട് നിന്നില്ല. മറ്റേതും കൊണ്ടല്ല, നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ ഇവിടെ തന്നെ ഉണ്ട്. എന്നും മത്തയില തോരൻ വെക്കണോ എടുക്കണോ എന്നൊക്കെ ഓർക്കും. പക്ഷേ ഓരോരോ സാധനങ്ങൾ ഓരോ ദിവസം ആയതുകൊണ്ട് അതെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഈ മത്തയുടെ കൂടെ തന്നെ നല്ല ചൊറുതണവും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മത്തയില പറിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നിരുന്നു. ദാണ്ട മത്തയില എല്ലാം പറിച്ച് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് മത്തയില ഇങ്ങനെ കുത്തി വെക്കും. അതാകുമ്പോൾ വാടിപ്പോവുകയില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മത്തയിലേക്ക് എടുത്ത് തോരൻ വെച്ചിരുന്നു കേട്ടോ. മക്കളടിച്ചിട്ട് കയറാൻ താമസിച്ചാലും മക്കൾക്ക് ചോറൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അത് തോരൻ വെച്ചിരുന്നു. മരുന്നടിയും വിശേഷങ്ങളും ഒക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ്. എങ്കിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.